എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വയലിൻ ചിരട്ട കൊണ്ടുണ്ടാക്കിയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചേട്ടൻ പറയുന്നത് അത്ര കഷ്ടപ്പെട്ട് അത്ര പെയിൻ എടുത്തിട്ട് ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ്. എനിക്ക് ഇത് വായിക്കാൻ അറിയത്തില്ല. ഇക്കാരണം ചേട്ടൻ എത്ര രൂപയ്ക്ക് കൊടുക്കും? വില ഞാൻ പറയത്തില്ല. ഞാൻ ചെയ്ഞ്ഞു. ഞാനിതെങ്ങനെ ഉണ്ടാക്കി എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്വരവും കിട്ടത്തില്ല. കരഞ്ഞു പോയെന്നൊക്കെ കേട്ടു. അത് ഒത്തിരി കളിയാക്കി കേട്ടിട്ടാണ്. നമ്മൾ പരുന്ത് പിന്നെ ഇങ്ങനെ സാധനം ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകും. റാഞ്ചുന്നുണ്ടോ? ആദ്യമായിട്ട് വയലിൻ കാണുന്നത് ഇത് കണ്ടപ്പോഴാ വയലിൻ കാണുന്നത് കൈകൊണ്ട്. ഹൈടെക് രൂപ കൂടെ അത് കൊള്ളാലോ. പുൽക്കൂടിനകത്ത് വെക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് ചിരട്ടയെ പണി നല്ല കാശിന് പോവും. ഇത് പണിത് വെച്ചിട്ട് 2 വർഷമായി. എത്രയോ ചിരട്ടകൾ എത്രയോ സമയവും എടുത്ത് ചേട്ടൻ ജോയിൻ ചെയ്തതായിരിക്കും. നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ആദ്യം ഇങ്ങനെ കഷ്ടപ്പാട് എടുത്ത് ചെയ്യുമ്പോഴാണ് വന്നേ ചോദിക്കുന്നത് ചിരട്ടയല്ലേ. പരുന്തിനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ഇനി ഒരു ഗുരുതാവന് ഞാൻ പറ്റിയെന്ന് പറഞ്ഞാണ്. എന്നെ കൊണ്ട് പറ്റും എന്ന് ഫുൾ സപ്പോർട്ട് തന്ന് എന്നെ കൊണ്ട് പണിയിച്ചതാണ്. അത് നാട്ടുകാർ അത് ഏറ്റെടുത്തു. എൻ്റെ കയ്യിലിരിക്കുന്ന ഈ വയലിൻ ചിരട്ട കൊണ്ടുണ്ടാക്കിയതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ്. ഇതേ നോക്കിയേ, ഞാനത് സൂക്ഷിച്ചാണ് പിടിക്കുന്നത്. കാരണം ഇത് ഉണ്ടാക്കിയ ആൾക്ക് ഇത് വേറൊരാൾക്ക് കൊടുക്കാനൊന്നും മനസ്സില്ല. അത് വേറെ ഒന്നും കൊണ്ടുമല്ല. ചേട്ടൻ പറയുന്നത് അത്ര കഷ്ടപ്പെട്ട് അത്ര പെയിൻ എടുത്തിട്ട് ചിരട്ട കൊണ്ടുണ്ടാക്കിയതാണ്. അപ്പം പലരും വന്ന് ചോദിക്കും ഇത് എനിക്ക് വായിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് എടുത്ത് വായിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടന് അത് ഭയങ്കര ടെൻഷനാണ്. അതുകൊണ്ട് ഞാൻ വായിച്ച് നോക്കിയെന്ന് വെച്ചാൽ വായിച്ചിട്ടില്ല. ഞാൻ ജസ്റ്റ് ഇതിൽ തൊട്ടിട്ടൊരു സൗണ്ട് കേൾപ്പിച്ചു. അല്ല ചേട്ടാ, ചേട്ടനാണ് ഇതൊക്കെ ഉണ്ടാക്കിയേക്കുന്നത്. ചേട്ടൻ്റെ കടയാണ് ഈ കാണുന്നത്. ഇതിൽ നിറച്ചും ഇദ്ദേഹം ഇങ്ങനെ ചിരട്ട കൊണ്ടുണ്ടാക്കിയ കുറേ സാധനങ്ങളുണ്ട്. ഭയങ്കര ഫിനിഷിംഗ് ആയിട്ട്. ഇതിപ്പം ഇത് കുഞ്ഞു കുഞ്ഞായിട്ട് മുറിച്ചാണ് വെച്ചേക്കുന്നത്. ചേട്ടൻ പിടിച്ചോ. ചേട്ടന് ചങ്കിടിക്കുന്നുണ്ട്, അതെനിക്ക് കേൾക്കാം. ഞാൻ എന്നെ അല്ല നോക്കുന്നത്, എന്റെ കയ്യിലാ നോക്കുന്നത്. അത് ടെൻഷൻ ആവുന്നുണ്ട്. ഇത് വായിക്കാൻ അറിയത്തില്ല. ഇത് ഞാൻ ഇതുപോലെ ആയിരുന്നു. ഈ അളവെടുക്കാൻ മാത്രമാണ് ഈ സാധനം ഒന്ന് കൈകൊണ്ട് തൊടുന്നത്. ആണോ? ഇത് അളവെടുത്ത് ചേട്ടൻ ചെയ്തതാണ്? ഇങ്ങനെ ഒറിജിനൽ വയലിന്റെ അളവെടുത്ത് ചെയ്തതാണ്. അങ്ങനെ ഇത് അളവെടുക്കാൻ തന്നത് അവൻ എന്നോട് പറഞ്ഞു ഞാൻ ഇതാർക്കും കൊടുക്കില്ലെന്നും പറഞ്ഞു തന്നത്. പക്ഷെ എന്തായാലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി. ചേട്ടനതെന്താണ് വയൽ ഇപ്പം ആദ്യം ഉണ്ടാക്കിയത് എന്താ ചിരട്ടയില്? ചെറിയൊരു കപ്പ്, ഒരു ചെറിയ നിലവിളക്ക്. പക്ഷെ അതൊക്കെ എനിക്ക് അന്ന് ഭയങ്കര ഇതായിരുന്നു. എല്ലാവരെയും വിളിച്ച് കാണിക്കുമായിരുന്നു. പിന്നെ ഇങ്ങനെ പണിത് വന്നപ്പോഴത്തേനാണ് അതെല്ലാം വളമൊക്കെയായിരുന്നു. ഒരു കാര്യമുണ്ട്, ക്ഷമ ഏറ്റവും അത്യാവശ്യം വേണ്ട ഒരു സാധനമാണ്. നമ്മളിത് ഇപ്പം ഇവിടെ എൻ്റെ പുറകിൽ കാണാൻ ചേട്ടൻ്റെ വർക്കുകളാണ് ഇരിക്കുന്നത്. അയ്യോ ഉണ്ടാക്കും. ഇത് തേങ്ങ, വെള്ളമുള്ള തേങ്ങയാണ്. ഇത് പൊട്ടിച്ചിട്ട് ഇതിലുള്ളതാണ് ഈ കളികൾ മൊത്തം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, എന്ത് ക്ഷമയായിരിക്കും ഒരു മനുഷ്യന്. അതൊന്നും ഇല്ലാത്ത എന്നെ പോലുള്ള ആളുകൾ ഇത് ട്രൈ ചെയ്യരുത്. അല്ല ചേട്ടാ, ക്ഷമ. ഇത് എത്ര ദിവസം കൊണ്ടാണ് ഇത് ചെയ്തേ? 1 മാസം എടുത്ത വർക്കായത്. 1 മാസം. അപ്പം ഇതിന്റെ വർക്കൊന്ന് പറഞ്ഞ ചേട്ടാ എങ്ങനെയാണെന്ന്? ഈ ചിരട്ട ഇങ്ങനെ പീസാക്കി തീരെ ചെറിയ പീസാക്കി എടുത്ത് ഒട്ടിച്ചെടുക്കുന്നതാണ്. ഇതൊക്കെ ഒരു 7 പീസായിട്ട് ഉണ്ടാക്കി എടുത്തേച്ച് കണക്ട് ചെയ്തതാണ്. ഇതാ ഈ ഒരു പീസ്, ഇത് പീസ്, ഇങ്ങനെ വേറെ ഒരെണ്ണം, ഇതെല്ലാം കൂടെ. പക്ഷെ ഇത് ഉണ്ടാക്കാൻ 1 മാസം എടുത്തുള്ളൂ. ഇതിന്റെ പുറകിൽ ചിന്തിച്ച് ഞാൻ 1 മാസം ഇത് എങ്ങനെ ആക്കിയെടുക്കും. അളവ് എനിക്ക് കിട്ടി. പേപ്പറിൽ ഞാൻ വരച്ചെല്ലാം വരച്ചെടുത്ത് ഫോട്ടോ എടുത്തു. അവസാനം അന്നേരം തന്നെ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. പക്ഷെ അത് കഴിഞ്ഞേച്ച് ഇതൊന്ന് എങ്ങനെ ആക്കിയെടുക്കും ആ ഒരു. ഇനി ഒരെണ്ണം ഉണ്ടാക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കും. പെട്ടെന്ന് ചടപടയൊന്നും ഉണ്ടാക്കും. അങ്ങനെയല്ല ഞാൻ പറയുമ്പോ ആൾക്കാർ കണ്ടേച്ചേ ചടപടാന്നാണെങ്കിൽ 2 പോട്ടെന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ചെയ്യണം, ചെയ്ത് കൊടുക്കണം. നല്ല വിലക്ക് ചെയ്ത് കൊടുക്കണം. ഇതിപ്പം ചേട്ടൻ വിൽക്കാനാണെങ്കിൽ, വെക്കത്തില്ലെന്ന് എനിക്കറിയാം, ഭയങ്കര മൂല്യമുള്ള വസ്തുവാണ്. വിൽക്കാനാണെങ്കിൽ ചേട്ടൻ എത്ര രൂപയ്ക്ക് കൊടുക്കും? വില ഞാൻ പറയത്തില്ല. ഞാൻ ചെയ്ഞ്ഞു. അപ്പൊ ചേട്ടൻ ഇത് കൊടുക്കുന്നില്ല. ഞാൻ കച്ചവടം തരത്തില്ല. ഇല്ല, ചേട്ടന് കച്ചവടം ഞാൻ പൂട്ടിച്ച്. അടുത്തത് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. വില ഞാൻ പറയത്തില്ല. വില പറയാതെ എങ്ങനെയാ ചേട്ടാ വരുന്നേ? ഇത് കണ്ട് ഇഷ്ടപ്പെടുന്ന അവരാണ് വിലയിടുന്നത്. അങ്ങനെയാണ്. ഓക്കെ അത് ശരിയാ. ഇപ്പം ഇത് വായിക്കാൻ നമ്മളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടനെ ഉച്ച മുതൽ ഇവിടെ നിർത്തിയിട്ടുണ്ട് അല്ലേ?
തീർച്ചയായിട്ടും. കാരണം ഇത് ചേട്ടന്റെ സൃഷ്ടിയാണ്, അതിന് ഒച്ച വരുവോ ഇല്ലയോ എന്നുള്ളത് ഞാനിതെങ്ങനെ ഉണ്ടാക്കി, എനിക്ക് വായിക്കാൻ അറിയത്തില്ല. ഞാനിത് വായിച്ചു കഴിഞ്ഞാൽ ഒരു സ്വരവും കിട്ടത്തില്ല. അതിനുവേണ്ടിയാണ് സ്വരം വായിക്കാൻ അറിയാവുന്ന ഒരാളെ. ചേട്ടൻ ഇത് ഉണ്ടാക്കിയതേ എന്തിന്റെ ബേസിലാ? ചുമ്മാ ഉണ്ടാക്കാനുള്ള ഒരു തോന്നൽ കയറിയിട്ടാണോ? അത്രേ ഉള്ളു. ഞാൻ ഇതല്ലായിരുന്നു എൻ്റെ മനസ്സിലെ പ്ലാറ്റ് ഒരു വീണയായിരുന്നു. അത് മാസങ്ങളെടുക്കും. പിന്നെ അതിൻ്റെ എനിക്ക് അളവ് തരാനായിട്ട് അങ്ങനെ ഒന്നും മേടിച്ച് ചെയ്യാനായിട്ട് ഇല്ല. നമ്മൾ ഉണ്ടാക്കുന്നത് ഒറിജിനൽ ആ ഒരു വലിപ്പം, അതൊക്കെ അളവ് കിട്ടണം. അപ്പൊ അത് കിട്ടിയില്ല. ഞാൻ ചുമ്മാ എനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഇതാണ് ഈ സാധനം. ശബ്ദം കേട്ടതും എന്റെ കഴിവല്ല, ദൈവത്തിന്റെ കഴിവാണ്. ഞാൻ ഒരു നിമിത്തം മാത്രമേ ഉള്ളൂ. കരഞ്ഞു പോയെന്നൊക്കെ കേട്ടു. അത് ഒത്തിരി കളിയാക്കി കേട്ടിട്ടാണ്. അതിന്റെ ശകലയിലും ആ പുള്ളി പറയും, പുള്ളി വയലുമായിട്ട് ഇടപെട്ട് നടക്കുന്ന ആളായത് കാരണം. പക്ഷേ ഞാനൊന്ന് വായിച്ചോട്ടെ? തീർച്ചയായിട്ടും. ചങ്കിടിക്കുവോ? ചങ്കിടിക്കുന്നതല്ല, ഇത് ഈ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴാണ് കുറെയൊക്കെ എനിക്ക് മനസ്സിലായ ബോ പിടിക്കുന്ന ഇങ്ങനെയൊന്നും അല്ലെന്നൊക്കെ. ഇതിന്റെ പേര് തന്നെ നമ്മളുടെ തുല്യ ദുഃഖിതര ചേട്ടൻ ഉണ്ടാക്കിയിട്ട് ഞാനിത് കണ്ടിട്ടും കൂടി ഇല്ല. ചേട്ടൻ പറഞ്ഞാൽ എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് ഈ സാധനമൊക്കെ പിടിക്കുന്നത്. കാരണം ഇതൊന്നും ആളുകൾക്ക് കൊടുക്കില്ല. അല്ലെങ്കിൽ നമുക്ക് അത്ര ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചാൽ ഈ മ്യൂസീഷ്യന്മാരും അല്ലെങ്കിൽ സംഗീതം പഠിക്കണം, ഉപകരണം പഠിക്കണം എന്നൊക്കെ ആഗ്രഹമുള്ളവരാണ് ഇതൊക്കെ മേടിച്ചിട്ട്. നമുക്ക് പിന്നെ ഇതൊന്നും സംഗീതത്തോട് നമുക്കിത് ചിന്തിക്കേണ്ട കാര്യമില്ലല്ലോ. നമ്മളിത് പഠിച്ചിട്ടുമില്ല, നമുക്ക് ഇതിന്റെ ആവശ്യമില്ല. ചേട്ടൻ്റെ ഇവിടെ ഒരു പലചരക്ക് കടയാണ് കേട്ടോ. ചേട്ടന്റെ പലചരക്ക് കടയിൽ കുർക്കുറ തൊട്ട് ബൂസ്റ്റ് തൊട്ട് ഞാൻ വന്നപ്പോഴേ തേൻമുട്ടായി വരെ അടിച്ചു മാറ്റിയിട്ടുണ്ട്. ഞാൻ ഒരെണ്ണം വായിച്ചു നോക്കാം. ആശാനിങ് വന്നേ, ആശാനിങ് വാ. വായിച്ചോന്ന് എന്നോട് പറയുന്നുണ്ട്, പക്ഷെ എനിക്ക് വായിക്കാൻ അറിയില്ല ആശാനെ. എനിക്കോ ഇത് പിടിക്കണ്ട എങ്ങനെയാന്ന് അറിയത്തില്ല. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ എന്റെ വീഡിയോ എടുക്കാൻ വന്നാണോ അത് പഠിക്കാൻ വന്നോ? നമ്മള് പരുന്ത് പിന്നെ ഇങ്ങനെ സാധനം ഇങ്ങനെ റാഞ്ചിക്കൊണ്ട് പോകുന്നു കണ്ടോ? ഇങ്ങനെയാണ് പിടിക്കേണ്ടത്. പിടിച്ചു നോക്കി. ആശാന് ദക്ഷിണയായിട്ട് അവിടെ നിന്ന് തേമുട്ടായി തരാവേ. വെയിറ്റ് റാഞ്ചുന്നുണ്ടോ? റാഞ്ചൊന്നല്ല, വേറെ ഇങ്ങനെ ഈ തോടെ കൊണ്ടിട്ട് ഈ കൈ ഇറക്കിയിട്ട് പുറത്തെങ്ങോട്ട് പോയി താഴെ ഈ അറ്റം വരെ ഇങ്ങോട്ട് ഇറങ്ങിക്കോട്ടെ. അല്ലല്ല, അങ്ങനെയല്ല. ഇവിടെ ഈ വളവ് ഇങ്ങനെ. അതെ, അതാ നല്ലത്. ഇങ്ങനെ പിടിക്കും. എന്നെ ആശാൻ തന്നെ വായിച്ചു. ഉണ്ടാക്കിയതല്ലേ അത് തന്നെ. ഉണ്ടാക്കിയ സാധനത്തിന്റെ ഞാൻ ഇന്നാള് അദ്ദേഹത്തിന്റെ മനസ്സായി ഇവിടെ ഇത് ഉണ്ടാക്കിയെന്ന് അറിഞ്ഞോണ്ട് ഈ പുള്ളി വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം വായിച്ച് പുള്ളി ഒന്ന് വായിച്ചു. എന്നിട്ട് ഇതുപോലെ തന്നെ പുള്ളിയുടെ കണ്ണെല്ലാം പറഞ്ഞിട്ട് എന്റെ കാല് പിടിക്കാൻ ഞാൻ പെട്ടെന്ന് മാറി. ചേട്ടനെ കാണിക്കുന്ന ചോദിച്ചു. എൻ്റെ പേര് മനുരാജ് എന്നാണ്. മനുരാജ്. എനിക്ക് അല്പം വിക്കുണ്ട്. വിക്കുണ്ടെന്ന് ഇപ്പോൾ പറയേണ്ടത് എല്ലാവർക്കും ഇല്ല. എല്ലാവർക്കും ഇല്ലാത്തതുകൊണ്ട് എനിക്കത് ഉള്ളത് ഒരു നല്ലതായിട്ടാണ് എനിക്ക് ചിന്തിക്കുന്നത്. എല്ലാവർക്കും ഇല്ലാത്തൊരു സാധനം എനിക്കുണ്ടല്ലോ. അങ്ങനെ അതുകൊണ്ട് അല്പം വിക്കുണ്ട്. അത് നിങ്ങൾ സഹിക്കണം. അപ്പം ഞാനിപ്പോൾ പായെന്ന് പറയാൻ പായുടെ കാര്യം പറയാം. പായുടെ കാര്യം പറയുകയാണെങ്കിൽ 2 പാ കാണും. ആ 2 പായിൽ നിന്ന് ഒരു പാ നിങ്ങൾ എടുത്ത് മടക്കി വെക്കുക, ഒരു പാ നിങ്ങൾക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞ് വിക്കുള്ളതുകൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് എൻ്റെ പേര് മനുരാജൻ എന്നാണ്. കൈപ്പുഴ ശാസ്താങ്കലാണ് വീട്. ഈ വയലിൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. 70 വയസ്സ് എനിക്കുണ്ട്. എന്നാലും ഇപ്പോഴാണ് എനിക്ക് പഠിക്കാൻ തോന്നിയത്. അതുകൊണ്ട് പഠിക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും പാകപ്പെടുകളൊക്കെ കൊണ്ട് ക്ഷമിക്കുക. ആദ്യമായിട്ട് വയലിൻ കാണുന്നത് ഇത് കണ്ടപ്പോഴാ വയലിൻ കാണുന്നത് കൈകൊണ്ട്. മാത്യു സച്ചിനെ നമുക്ക് വേണ്ടി വായിച്ചു തന്നെ. അതുപോലെ തന്നെ ചേട്ടന്റെ ഒരുപാട് കാര്യങ്ങൾ. ഞാൻ പറഞ്ഞില്ലേ, ഇത് പരുന്തല്ലേട്ടാ? അതെ അതെ.
ഇതൊക്കെ എത്ര ദിവസം എടുത്തിട്ടാ ചേട്ടന് ഈ വർക്ക്? ഇതുകൊണ്ട് ഈ പരുന്തിനൊരു പ്രത്യേകത ഉണ്ടേ, ഞാൻ കാണിച്ചു തരുന്നത് കണ്ടോ. ഇവിടെ ഈ പീസ് ചിരട്ട പീസ് കണക്ട് ചെയ്തിട്ട് ആ ചിരട്ട പീസിൻ്റെ ഇവിടെയാണ് ഡിസൈൻ കൊടുത്തേക്കുന്നത് അല്ലേ? പണ്ട് എൻ്റെയൊക്കെ ചെറുതിലേ, ഞങ്ങളുടെയൊക്കെ ചെറുതിലേ ഞങ്ങൾ ആകെ കൂടെ ഉണ്ടാക്കിയേക്കുന്ന ചിരട്ട കൊണ്ട് എന്നാന്ന് പറയാവോ? ഒത്തിരി ചേട്ടാ എനിക്ക് പ്രായം, ഞാൻ കൊച്ചാ പോയായിരുന്നു. ഞാൻ പറയട്ടെ, ഞങ്ങളുടെ ചെറുതിൽ എന്നെ ഉണ്ടാക്കിയെന്നറിയോ? ചിരട്ടമോതിരം. ചിരട്ടമോതിരം വെള്ളത്തിലിട്ടിട്ട് ഇങ്ങനെ കുറേ ദിവസം ഇങ്ങനെ ഇട്ടിട്ട് വെച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു അന്ന് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. കത്തി വെച്ചിട്ട് ചിരട്ടമോതിരോ അല്ല, വെള്ളത്തിലിട്ട് വെള്ളത്തിലിട്ടിട്ടായിരുന്നു അന്ന് അവരവിടെ മുറിച്ചോണ്ടിരുന്നത്. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഞങ്ങളുടെ നാട്ടിൽ ഞങ്ങളുടെ ഒരു ചേട്ടായി ചിരട്ടയുടെ ഇത് ഇങ്ങനെ മേളുവശയില്ലേ ഇങ്ങനെ കണ്ടിച്ച് അത് വെള്ളത്തിലിട്ട് കുതിർത്ത് അങ്ങനെയായിരുന്നു സെറ്റ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ഇതുപോലെ തന്നെ ഇതെന്തുവാ ചേട്ടാ, ഇതിന്റെ പൊടിയോ അതോ? ഇല്ലല്ല, ഞാൻ എന്നെ പൊന്നോ, എന്നെ ഇവിടെ കയറാനേ സമ്മതിക്കുന്നില്ല. സ്വർണത്തിനേക്കാളും വിലയാ. ആണോ? അതെന്താ? നമ്മള് ഇതാണ് ഈ ജോയിന്റ് അടയ്ക്കാനായിട്ട് ഈ നിരപ്പൊക്കെ ആക്കുന്ന അതിട്ടാണ്. വേറെ പൊടിയിട്ട കളറ് വേറെ വരും. ഇത് മേടിക്കുന്നതാണ്? ഇല്ല, ഞാൻ കണ്ടിക്കുന്നതിന്റെ പൊടി അന്നേരം എന്നെ ഇവിടെ തെറ്റിദ്ധരിപ്പിക്കാൻ കുറെ ആൾക്കാരുണ്ട്. ചേട്ടനെ പണിയായതെല്ലാം വെച്ചിട്ട് അവര് ഞാനും ആലോചിച്ചു ഇത് ചിരട്ടപ്പൊടിയല്ലേ. അപ്പൊ ഇവിടെ നിന്ന് മേടിക്കുന്നല്ല, വെളിയിൽ നിന്ന് കൊണ്ടുവരുന്നതാണ്. ഈ ചിരട്ടപ്പൊടി വെച്ചിട്ടാണ് നിങ്ങൾ ഈ മിക്സ് ഇതിന്റെ ഇടയ്ക്കുള്ളതെല്ലാം അടയ്ക്കുന്നത് അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ അതും പശയായിട്ട് വെച്ചിട്ട് അപ്പൊ പെട്ടെന്ന് തന്നെ സെറ്റായിട്ട്. കയ്യ വേണോ കൈ പൊള്ളും, സാമ്പിൾ വേണോ കാണിച്ചു തരാം. വേണ്ട, കൈ പൊള്ളിക്കാനല്ലേ, വേണ്ട. കയ്യ വീണ കൈ പൊള്ളുന്ന് പറഞ്ഞാൽ അപ്പൊ തന്നെ എന്താ പറയാ, കൈ പൊള്ളിക്കാനാണെന്ന്. ഇപ്പൊ നമ്മള് വേറൊരു സൂത്രം കാണിച്ചു തരാം. ഇത് ചേട്ടൻ ഇവിടുത്തെ പള്ളിയുടെ ഏതെങ്കിലും പള്ളിയുടെ മോഡലാണോ മറ്റേ? അല്ല, നമ്മുടെ ഒരു ഇതിലങ്ങനെ പോണതാണ്. ഒന്ന് പൊക്കി വെക്കുന്നെങ്കിൽ ഒരു റിമോട്ടൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓ ഈ ചേട്ടൻ തന്നെ ഇതിനകത്ത് സെറ്റ് ചെയ്ത് തന്നെ ഇത് എടുത്തതാണല്ലേ? ഓക്കെ. റിമോട്ട് എന്ത് ഇതല്ലേ, ഇതാണോ? ഹൈടെക് രൂപക്കൂട, അത് കൊള്ളാലോ. എനിക്ക് ചേട്ടൻ ഇപ്പൊ ഈ മറ്റേ നമ്മുടെ പുൽക്കൂടിന്റെ എന്താ ഡിസംബർ ക്രിസ്മസിന്റെ സീസൺ അല്ലേ, ഒന്ന് ട്രൈ ചെയ്തൂടെ? ചേട്ടാ ഞാൻ പറയട്ടെ, ഞാനൊരു ഐഡിയ തരാം. ഇതിനെനിക്ക് ഫീസ് പിന്നെ തരണം. 12 മറ്റേ പുൽക്കൂടിനകത്ത് വെക്കുന്ന ആൾക്കാരെയൊക്കെ അങ്ങ് ചിരട്ടയെ പണി, നല്ല കാശിന് പോവും. ഇത് പണിത് വെച്ചിട്ട് 2 വർഷമായി. എല്ലാരും വന്ന് കാണും. നമ്മൾ എന്തെങ്കിലും വില പറഞ്ഞിട്ടുണ്ട്, ചിരട്ടയല്ലേന്ന് ചോദിക്കും. അപ്പൊ പുച്ഛവാ, അത്രേ ഉള്ളൂ. പിന്നെ ഞാനിനി എന്ത് പറയാനല്ലേ ചേട്ടാ, അസാധ്യമായിട്ടുള്ളത് ഇത് തന്നെ കേട്ടോ. ഞാൻ ആദ്യം മുതലേ പറയണം നോർത്താണ്, പക്ഷെ വയലിൻ്റെ പുറകെ പോയതുകൊണ്ടാണ്. ഇത് അസാധ്യമായിട്ടുണ്ട്. ഇത് എത്രയോ ചിരട്ടകൾ എത്രയോ സമയവും എടുത്ത് ചേട്ടൻ ജോയിൻ ചെയ്തതായിരിക്കും. ഇതെങ്ങനെയാണ് ചേട്ടാ, ഇതിൽ ഈ പീസുകളെല്ലാം അളവെടുത്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്? നമ്മൾ മുഖം ഒന്ന് റെഡിയാക്കി കൊണ്ടുവരിക. ഇതൊന്നും അളവ് പറയാൻ പറ്റത്തില്ല. ഓക്കെ 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 ഓക്കെ. നമ്മുടെ ഒരു ഇതില് ചെയ്യുന്നതാണ്. ഇതുണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് ഇതാണ് ആദ്യം ഉണ്ടാക്കിയത്. അതെ അതെ, ഇതിൽ വെച്ചോടെ വലിപ്പം വേണമെന്ന് അടുത്ത് വേണമെന്ന് പറഞ്ഞു. അങ്ങനെയാണ്. വെയിറ്റ് ഉണ്ട് കേട്ടോ അത്യാവശ്യം. ഇതുണ്ടല്ലോ, ഇത് ഫുള്ളായിട്ടും ചട്ട വെച്ചാണ്. ഓക്കെ ഓക്കെ. പിന്നെ ഞാൻ ഉണ്ടാക്കുന്നതിന് ഒരു ശകലം പോലും തടിയോ ഒന്നും ചേർക്കത്തില്ല. തടി ചേർത്തിട്ടില്ല? ഇല്ല, ഫുള്ളായിട്ട് എല്ലാവർക്കും നമ്മൾ ചിരട്ട മാത്രം. ഇതൊക്കെ അപ്പൊ ആ രീതിയിൽ ഇത് എന്താണ് കണ്ടിക്കാൻ ഉപയോഗിക്കുന്നത്? ആക്സൽ ബ്ലേഡ് വെച്ചിട്ട് ഇത്രയും ചെയ്യാൻ പറ്റുമോ? എന്നാ ചെയ്യണ്ടേ? അയ്യോ, ആക്സൽ ബ്ലേഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സമ്മതിക്കണം കേട്ടോ. കാരണം വെച്ചാൽ മറ്റേ മിഷൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലും ഓക്കെ. മിഷൻ മേടിക്കാനുള്ള പ്ലാൻ ചെയ്യാം. എല്ലാരും പറയാം മിഷൻ മേടിക്കണം ഒന്ന് ഉരയ്ക്കാനോ എന്തിനാലും ഒക്കെ ആയിട്ട്. അത് കാരണമാണ് നമ്മൾ ചെയ്യുമ്പോഴത്തേന് മാസങ്ങൾ ഇങ്ങനെ ആകുന്നത്. ഇപ്പം 3 ആഴ്ചയൊക്കെ എടുത്ത് ചെയ്യുന്ന ഒരു ഇതാണ്. കൈയുടെ ഒക്കെ വണ്ണം എടുക്കുന്നത് തെർമാക്കോളിൽ നമ്മൾ എടുത്താൽ ചെയ്യുമ്പോൾ വെച്ച് നോക്കും. ഈ ഇതുമായിട്ട് ഉടലുമായിട്ട് മാച്ചിങ് ആണോ എന്ന് അങ്ങനെ നോക്കിയിട്ട് അതിന്റെ അളവ് കോമ്പസിൽ എടുക്കും. എന്നിട്ട് ചിരട്ട ഈ പരുവത്തിലാക്കി ആ വണ്ണാണോ എന്ന് അങ്ങനെയൊക്കെ നോക്കിയാണ് ഉണ്ടാക്കുന്നത്. ഇത് ഈ കൈയുടെ ഇവിടെ വെച്ചേക്കുന്നില്ലേ, അതാ ചിരട്ട അങ്ങനെ തന്നെ എടുക്കുന്നത് പീസ് പീസ്. നല്ല കഷ്ടപ്പാടാണ് കേട്ടോ. തീർച്ചയായിട്ടും. ഞാൻ നിങ്ങളോട് ആദ്യം ഇങ്ങനെ കഷ്ടപ്പാട് എടുത്ത് ചെയ്യുമ്പോഴാണ് വന്നേ ചോദിക്കുന്നത് ചിരട്ടയല്ലേ. സത്യമായിട്ടും അതെ, ചിരട്ടയല്ലേ ഞങ്ങൾ എറിയും, അങ്ങോട്ട് എറിയും, വേണമെങ്കിൽ ഞങ്ങൾ കത്തിക്കും, അത്രേ ഉള്ളൂ. ഞാനും അങ്ങനെയൊക്കെ തന്നെ ചെയ്തോണ്ടിരുന്നതാണ്. പിന്നെ എപ്പോഴാണ് ഈ ചിരട്ടയിൽ ആ മേലായ വന്ന് ഇങ്ങനെ കടന്നപ്പെടുത്താനുണ്ട്, നട്ടലിന് പ്രശ്നമായി അകലിച്ചായിരുന്നു. അങ്ങനെ വന്ന് ചുമ്മാ വന്ന് നോക്കിയതാ. അപ്പൊ കൈ കൊണ്ടുള്ള പണികളായിരുന്നു? അതെ അതെ, അങ്ങനെ നോക്കി വന്നതാ. അല്ലാതെ ഞാൻ ഈ സാധനം യൂട്യൂബിലൊക്കെ കാണുമായിരുന്നു. കാണുമ്പോഴത്തേനും നമ്മൾ കടന്നുകൊണ്ടൊക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുവായിരുന്നു. അപ്പൊ എത്ര വർഷമായി ഇത് ഇങ്ങനെ തുടങ്ങിയിട്ട്? 2 വർഷമാകുന്നേ ഉള്ളൂ.
അങ്ങനെ ചുമ്മാ 2 വർഷം കൊണ്ടാണ് ഈ ഒരു ഇൻട്രസ്റ്റും കാര്യങ്ങളും ഒക്കെ വന്നത് സെറ്റ് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇവിടെ ഇരുന്ന് പണിയുമ്പോഴത്തേന് ആരും വന്ന് നോക്കാൻ പോലും ഇല്ല. ഞാനൊക്കെ വിളിച്ചൊക്കെ കാണിക്കുമായിരുന്നു. എന്നിട്ട് പോലും ഒരു സത്യമായിട്ടും ഓരോരുത്തരുടെ വീഡിയോ ഒക്കെ പിന്നെ ഇങ്ങനെ കാണാൻ തുടങ്ങി. അന്നേരം നമ്മൾ ഓർക്കും നമ്മൾ ഇത്രയൊക്കെ ഉണ്ടാക്കിയിട്ട് ആരുമില്ല നമ്മുടെ ഒരു വീഡിയോ പോലും എടുക്കാനുണ്ട്. ഞാൻ പലരോട് ചോദിച്ചാൽ അവരെല്ലാം പറയുന്നത് നിൻ്റെ പ്രൊമോഷൻ വീഡിയോ ആണ്, നിനക്കിത് വിറ്റ് കാശ് മേടിക്കാൻ, അപ്പം അവർക്ക് പൈസ കൊടുക്കണം. ആ ഒരു മൈൻഡൊക്കെ ആയിരുന്നു. ചേട്ടൻ പറഞ്ഞത് മനസ്സിലായോ? ചേട്ടൻ ഇത് ഇത്രയും കഷ്ടപ്പെട്ട് ചെയ്തിട്ട് ചേട്ടന്റെ കഴിവിനെ കുറിച്ചൊന്ന് അറിഞ്ഞാൽ മതി എന്നുള്ളൂ, 4 ആൾ അറിഞ്ഞാൽ മതി. പിന്നീട് എപ്പോഴെങ്കിലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടാൽ ചേട്ടന്റെ സാധനം മേടിച്ചാൽ അത് അദ്ദേഹത്തിന് ഒരു വരുമാനം ആവുമെന്നാണ് പറയുന്നത്. പക്ഷെ പലരും ചോദിക്കുമ്പോ എന്താ പറയാ, ചിരട്ടയല്ലേ, മാത്രമല്ല പ്രമോഷൻ വീഡിയോ ആണെന്നൊക്കെ പറഞ്ഞ് പലരും ഒഴിവാക്കും. ഇനി ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സാധനം ഞാൻ കാണിച്ചു തരാവേ. ഞാനിത് വന്നപ്പോ മുതൽ നോക്കിയായിരുന്നു. ഇത് എന്നെ ഒത്തിരി ഫോൺ കോള് കൊണ്ട് രക്ഷപ്പെടുത്തിയ ഒരു ഇതാണ് ഗുരുദേവൻ. ഗുരുദേവൻ ചെയ്തപ്പോ ഒരുപാട് പേര് ആരും അങ്ങനെ ചിരട്ടയിൽ ഉണ്ടാക്കിയിട്ടില്ലെന്ന് പറഞ്ഞു. നമുക്കും ഒരു ഇതില്ലായിരുന്നു. ഈ അമ്പലത്തിലെ ശാന്തിയാണ് എന്നോട് പറയുന്നത്, ഇനിയൊരു ആ പരിധിനെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴത്തേന് പറഞ്ഞു ഇനിയൊരു ഗുരുദേവന്. അത് ഞാൻ പറ്റിയെന്ന് പറഞ്ഞാണ്. എന്നെ കൊണ്ട് പറ്റും എന്ന് ഫുൾ സപ്പോർട്ട് തന്ന് എന്നെ കൊണ്ട് പണിയിച്ചതാണ്. അത് നാട്ടുകാർ അത് ഏറ്റെടുത്തു. എനിക്ക് 2-3 എണ്ണം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയല്ലേ? ഈ മൊഹമൊക്കെ ഇത് മറ്റേ ഇതിൽ തന്നെ രാഗി എടുത്താണോ? അതൊക്കെ അങ്ങനെ തന്നെ ചിരട്ടപ്പൊടി ഇട്ട് ഉണ്ടാക്കിയതാണ്. വേറെ എല്ലാവരും എങ്ങനെയാ ചെയ്യുന്നത് എനിക്കറിയത്തില്ല. ഞാൻ ആദ്യം ചെയ്യുന്ന ഏതിൻ്റെ ആണെങ്കിലും മുഖമാണ് ആദ്യം ചെയ്യുന്നത്. അത് ചെയ്ത് കഴിഞ്ഞാലേ ഉള്ളു. മുഖം ഇഷ്ടപ്പെട്ടാൽ പിന്നെ ദൈവത്തിൻ്റെ ഇതുകൊണ്ട് എങ്ങനെയൊക്കെയോ ആയി വരും. ഞാൻ ഈ വർക്ക് പഠിച്ചിട്ടില്ല. ചേച്ചി വന്ന തൂണും ചാരി നിൽക്കാതെ, ചേച്ചി അവിടെ നിന്ന് തൂണൊക്കെ ചാരി ഒളിച്ചൊളിച്ച ചേട്ടൻ്റെ വീഡിയോ നോക്കണം. ഇങ്ങ് വാ ചേച്ചി. ചേച്ചി വന്നപ്പോൾ മുതൽ മറഞ്ഞു നിൽക്കുക. ചേച്ചിയുടെ പേരെങ്ങനെയാ? ബിജി ചേച്ചി ആദ്യം എടുത്തോണ്ടോ, കൃഷ്ണനെ എടുത്തോണ്ടോ. ഇത് വെച്ചിട്ട് ഞാൻ പണിയിപ്പിച്ചതല്ല, ചേച്ചിക്ക് ഒരു പണി കൊടുത്തതാ. മാറിയിട്ട് കാര്യമില്ലല്ലോ. വീട്ടിലൊരാൾ വരുമ്പോ എന്ത് ചെയ്യണം ചേട്ടാ? അറിഞ്ഞും കണ്ടും ചെയ്യണം എന്നുള്ളതാ. ഇത് ശ്രീകൃഷ്ണനെ ഹെഡാക്കി വെച്ചിട്ടുണ്ട്. അതൊരു 1.5 മാസം എടുത്തു കേട്ടോ. ഇതാ അതും മുഖമാണ് ആദ്യം ചെയ്തത്. ഞാൻ ആദ്യം ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് ബാക്കി എല്ലാവരും ഇത് കണ്ടിട്ട് പറഞ്ഞു ശിലയിലൊക്കെ ചെയ്യുന്നെങ്കിൽ നമുക്ക് അളവെടുത്ത് ചെയ്യാം. ഇത് ശരിക്കും പറഞ്ഞാൽ മുഖം ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഇത് എവിടെ തുടങ്ങും എങ്ങനെ ആകുമെന്നൊന്നും ഒരു ഇതുമില്ല. ഞാൻ ഇതിൻ്റെയൊക്കെ ഫോട്ടോ എടുത്തിട്ടുണ്ട്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഒന്നും മനസ്സിലായില്ല. ആ പരുവത്തിലാണ്. അപ്പോൾ ഇത് ഇത്ര ആയി കഴിഞ്ഞപ്പോഴത്തേനും എന്നോട് എല്ലാവരും ചോദിച്ചു ഇത് ഇങ്ങനെ ഈ വിരലിൽ ഈ കാലിലൊക്കെ ഇങ്ങനെ നിൽക്കുമോ എന്ന് ചോദിച്ചു. തീർച്ചയായിട്ടും നമ്മളെ എങ്ങനെയൊക്കെ മടുപ്പിക്കാൻ പറ്റുമോ ആ ഇതാണ്. പക്ഷെ ഇല്ല അടുത്തേക്ക് വരത്തില്ല. വന്നാൽ നമ്മള് കളിക്കും. വരത്തില്ല. സംസാരിക്കട്ടേക്ക് വാ. ഇപ്പൊ കുറച്ച് ദിവസമായിട്ട് ചേട്ടൻ ഭയങ്കര വൈറലാ. വീഡിയോ ഒക്കെ ഒന്ന് വൈറലായിട്ട് പോവാ. അപ്പൊ ചേച്ചിയോട് ഇതിന് മുന്നേ വൈറലാകുന്നതിന് മുമ്പ് ചേച്ചിയോട് എങ്ങനെയായിരുന്നു? എടി കണ്ടിട്ട് അഭിപ്രായം ചോദിക്കായിരുന്നു. അപ്പൊ ചേച്ചി എന്നാ പറയുന്നത്? ഇല്ല അങ്ങനെ പറഞ്ഞാൽ നല്ലതാന്ന് പറയും. നല്ലതാണ്. അപ്പൊ വഴക്ക് പേടിച്ചിട്ടാണോ നല്ലതാന്ന് പറഞ്ഞത്? അല്ല എല്ലാം നല്ലത് തന്നെയല്ലേ നമുക്ക് കാണുമ്പോൾ അറിയാമല്ലോ. എന്നിട്ട് പിന്നെ എന്താ പ്രോത്സാഹിപ്പിക്കാതിരുന്നേ? അയ്യോ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അയ്യോ ചേച്ചി പേടിച്ചൊക്കെ പറഞ്ഞത് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ആണോ ചേട്ടാ? തീർച്ചയായിട്ടും അല്ലേ. അപ്പൊ പിന്നെ ആരാണ് ഇവിടെ പ്രശ്നം? ചേച്ചിയല്ല, പിന്നെ ആരാണ് പ്രശ്നം? ആരും പ്രശ്നമില്ല. അപ്പൊ പിന്നെ ചേട്ടൻ ആദ്യം പ്രശ്നമാണെന്ന്. ഞാൻ പ്രശ്നത്തിന് പരിഹാരം മേടിക്കല്ലോ. അങ്ങനെ ചേട്ടൻ ഈ കഷ്ടപ്പാടൊക്കെ ചെയ്യുമ്പോഴത്തേക്കും ലേറ്റ് നൈറ്റ് ആയിട്ടൊക്കെ ഇരുന്ന് വർക്ക് ചെയ്യാറുണ്ടോ? ഉണ്ട്. അപ്പൊ ചേച്ചിക്ക് ഇതുപോലെ കാണിച്ചു കഴിയുമ്പോഴത്തേക്കും ഇപ്പം ചേട്ടൻ ഉണ്ടാക്കുന്നതിന് മുൻപേ നമുക്കതൊരു ഇതില്ല, ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഇതിലേക്ക് നോക്കുമ്പോൾ ഒരു ഭയവും ഭക്തിയൊക്കെ വരാറുണ്ടോ? ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ചുമ്മാ എങ്ങനെ ചെന്ന് പിടിക്കാൻ ഒരു മടി തോന്നൂല. അങ്ങനെയാണെങ്കിൽ ചേച്ചി തങ്ങ കൊണ്ടേ പറ്റും. ചേച്ചി ചിലപ്പോ ഞാൻ നമ്മളെ ഒരു കൃഷ്ണനല്ലേ, ഒരു ഗുരുദേവനാണല്ലോ ഒരു മീൻ വരച്ചൊക്കെ ഉണ്ടാക്കുന്ന അങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ തൊടാത്ത നോക്കും. നോക്കും അല്ലേ. അപ്പൊ ചേട്ടൻ്റെ ഇപ്പൊ അസുഖങ്ങൾക്കൊക്കെ എങ്ങനെയുണ്ട് ഈ ഒരു ആക്ടിവിറ്റി ഒക്കെ തുടങ്ങിയതിന് ശേഷം? കുഴപ്പമില്ലാതെ നോക്കുന്നു. നമ്മളൊരു വർക്ക് തുടങ്ങുമ്പോഴത്തേനും പിന്നെ നമ്മൾ അസുഖമൊന്നും നോക്കാറില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ശരിക്കും ഒന്ന് തുമ്മുവാണെങ്കിൽ നടുവിന് കൊളുത്തിട്ട് പിടിച്ച പോലെയാകും. ഞാൻ പെട്ടെന്ന് പോയി അങ്ങ് കിടന്നേക്കും. ഒരു 5 മിനിറ്റ് കിടക്കും. അന്നേരം അത് ചെയ്യണമല്ലോ
എന്നുള്ള ഇത്. ഇപ്പൊ ഭയങ്കര ഒരു ദിവസം എന്തെങ്കിലും ഒന്ന് ചെയ്തിട്ട് കിടന്നില്ലെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ? ഇങ്ങനെ എന്തെങ്കിലും ഒന്ന് തുടങ്ങിയെങ്കിലും വെക്കണമെന്ന്. അത് അങ്ങനെ നമ്മൾ ഇരുന്ന് കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാനൊരു 6 മണിയൊക്കെ ആകുമ്പോഴത്തേന് രാവിലെ ഒക്കെ കട തുറക്കുക, അങ്ങോട്ട് അതിൻ്റെ പുറകെ അങ്ങ് പോകും. ആ വീഡിയോ ഇറങ്ങിയത് കാരണം ഇപ്പോൾ എനിക്ക് ഓർഡറുണ്ട്. ചട്ടപ്പെട്ട് ഒക്കെ ഒത്തിരി പോയി. തൂക്കുകളൊക്കെ ഇപ്പോൾ ഞാൻ ഇന്നലെ വിളക്കില്ലായിരുന്നോ? വലിയ വിളക്കുണ്ടായിരുന്നു, അത് ഞാൻ കൊടുത്തായിരുന്നു. കൊടുത്തോ? ആ അതെടുക്കാം. ഉണ്ട്. അപ്പോൾ അങ്ങനെ ഓർഡറൊക്കെ ഇപ്പം വലിയ കുഴപ്പമില്ലാതെ ഉണ്ട്. ആൾക്കാരൊക്കെ അറിഞ്ഞ കാരണം ആ വീഡിയോ ഒക്കെ വന്നപ്പോഴാണ് ഈ നാട്ടുകാർ പോലും നമ്മളെ ഇങ്ങനെ ഞാൻ ഇതാ ചെയ്തോണ്ടിരുന്നതൊക്കെ മനസ്സിലായത്. മറ്റേത് എപ്പോഴും ചിരട്ട കാണും ഇവിടെ. തീർച്ചയായിട്ടും. പിന്നെ കൊതുകിനെ പോയിക്കാനെന്ന് പറഞ്ഞു ഒറ്റ ഇതേ ഉള്ളു. ഇങ്ങനെ ഈ ആൾക്കാർ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരുന്നത്, എനിക്ക് ഏറ്റവും ഭയങ്കര സങ്കടമായത് അതാണ്. കെട്ടുകമ്പി കെട്ടിയാൽ മതി, അല്ലെ ചൂണ്ടനൂല് കെട്ടാം വയലിന്. എൻ്റെ മൈൻഡ് അതൊന്നുമല്ലായിരുന്നു. പക്ഷേ നമ്മളിങ്ങനെ മടുപ്പിച്ചോണ്ടിരുന്നു. പക്ഷെ ആ മടുപ്പിക്കുന്ന തീർച്ചയായിട്ടും ഈ ഞാനിത് പഠിച്ചിട്ടില്ല. അന്ന് തൊട്ട് ഈ മടുപ്പീര് കാരണമാണ് നമ്മൾ ഓരോന്ന് തീർച്ചയായിട്ടും അങ്ങനെ മടുപ്പിക്കാനായിട്ട് ആരെങ്കിലും ഒക്കെ വേണം. തീർച്ചയായിട്ടും നമുക്ക് ചെയ്യണമെന്നുള്ള ഒറ്റ ഇത് വരും. തീർച്ചയായിട്ടും ചേട്ടന്റെ ആഗ്രഹം പോലെ തന്നെ അടുത്തത് വീണയിൽ വീണ അതൊരു ആഗ്രഹത്തിന് സെറ്റ് ചെയ്ത് വെക്ക്. വീണ ഉടനെ ഇല്ല സെറ്റ് ചെയ്യൂലേ? ചെയ്യും. അപ്പൊ ചേട്ടാ മറ്റുള്ള ഓർഡറുകളൊക്കെ വരട്ടെ. അപ്പം ഭയങ്കര ഇപ്പൊ ചേട്ട ഇനിയിപ്പോ എവിടെന്നെങ്കിലൊക്കെ ഇറക്കണോ ഈ നാട്ടിൽ? ഈ പറഞ്ഞാ മതി. വേണ്ട, ഞാൻ ഈ വർക്ക് തുടങ്ങി വന്നേ ഉള്ളു. ചെറിയ ആയില്ല, തുടക്കം മാത്രമേ ആയുള്ളൂ. എന്നിട്ട് നമുക്ക് മെഷീനിലൊക്കെ സെറ്റ് ചെയ്ത് വലിയ സെറ്റപ്പിലാക്കി. വേണ്ട, നമ്മൾ ഈ സാധാരണ ഇതിലങ്ങ് പോയാൽ മതി. എനിക്ക് എവിടുന്നേലൊക്കെ ഒരു ഓർഡർ കിട്ടി, ഒരു ചട്ടപ്പൊട്ടാണെങ്കിലും കിട്ടി. നമ്മൾ വലിയ ഇതായിട്ടൊന്നും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് 10 വീണ ഉണ്ടാക്കി കൊടുത്തില്ല, വയലിനുണ്ടാക്കി കൊടുത്തിട്ട് അതല്ല, നമുക്ക് കുടുംബത്തിലേക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഇപ്പം ജഗ്, ചട്ടപ്പൊട്ട് അങ്ങനെയുള്ളതൊക്കെ അതൊക്കെ ആണെങ്കിലും നമുക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഇതിപ്പം ശരിക്കും ചെറിയൊരു വരുമാനം ഇതെന്ന് ആ ഒരു മൈൻഡിലേക്കാണ് നമ്മൾ വരുന്നത്. എനിക്ക് വലിയ ഇതിലൊന്നും വേണ്ട, വല്ല 6 അടി പൊക്കത്തിന് 10 വിളക്കുണ്ടാക്കി അതൊന്നും അല്ല. നമ്മുടെ നിലനിൽപ്പ് അത്രേ ഉള്ളൂ എനിക്ക് ആഗ്രഹമുള്ളൂ. ഓക്കെ ചേട്ടാ, താങ്ക് യു ചേട്ടാ. എന്താണെങ്കിലും സെറ്റ് ആവട്ടെ.